ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലാണ്. ഇതിൽ നമുക്ക് സ്വിഫ്റ്റ് എങ്ങനെ എടുക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ഒരു IBD പറഞ്ഞൊരു ആപ്പ് ഉണ്ടാവും, പ്ലേ സ്റ്റോറിലെല്ലാം ഉണ്ടാവും. അത് എടുക്കുക. അതിൽ നമുക്ക് സ്വിഫ്റ്റ് എന്തെങ്കിലും സെലക്ട് ചെയ്യാം. നമ്മൾ സ്വിഫ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ത്യൻ ബൈക്കിൽ എടുക്കുക. ഇന്ത്യൻ ബൈക്കിൽ ഈ ഒരു ഇതെടുത്താൽ അതിൽ പേസ്റ്റ് ചെയ്യേണ്ടതാണ്. അത് പേസ്റ്റ് ചെയ്യാം. ഇതൊരു വെയിറ്റ് ചെയ്യാൻ പറയൂ. കുറേ സമയം വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് കുറേ സമയമായല്ലോ, ഒന്നും വരുന്നില്ലല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ നമുക്ക് കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഒന്നും കിട്ടുന്നില്ല. ഗൈസ്, എന്നാൽ നമുക്ക് നമ്പർ അടിച്ചു നോക്കാം. സ്വിഫ്റ്റിൻ്റെ 8. ഗൈസ്, ഒന്നുമില്ല ഗൈസ്. ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരു 5 റേസിംഗ് കാറാണ് വന്നത്. നമുക്ക് ഒന്ന് നോക്കിയാലോ. ആദ്യത്തെ നമ്പർ 4. ഗൈസ്, നമുക്ക് അടിക്കാം. 4, 3, 2, 1. ഇതടിച്ചാൽ ഒരു ഇങ്ങനത്തെ റേസിംഗ് കാർ കിട്ടും. പിന്നെ 4, 3, 2, 2 അടിച്ചാൽ നമ്പർ മാറിപ്പോയി. അതിനാണ് കിട്ടിയത്. 4, 3, 2, 2 അടിച്ചാൽ നമുക്ക് ഒരു ബുഗാട്ടിൻ്റെ കാർ കിട്ടും. പിന്നെ ഇത് 4, 3, 2, 3 അടിച്ചാൽ നമുക്ക് പഴയ മോഡലൊത്തൊരു വണ്ടി കിട്ടും. പിന്നെ ഇത് 4, 3, 2, 4 അടിച്ചാൽ നമുക്ക് ആട് 2 ഷാജി പോപ്പൻ്റെ ഒത്ത വണ്ടി കിട്ടും. പിന്നെ 4, 3, 2, 5 എടുത്താൽ നമുക്ക് ഒരു പോർഷ പോലത്തൊരു കാർ കിട്ടും. പോർഷ അല്ല, പക്ഷെ പോർഷിനെ പോലത്തെ. പിന്നെ നമുക്ക് മസ്താങ്കിൻ്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. 8, 1, 2, 3 അടിച്ചാൽ നമുക്ക് മസ്താങ്ക് കിട്ടും. പിന്നെ BMW M4ൻ്റെ നമ്പർ പറഞ്ഞുതരാം. 8, 3, 3, 3 അടിച്ചാൽ BMW M4 കിട്ടും. ഗൈസ്, നമുക്ക് BMW M4 പോയിട്ട് ഒരു റൈഡ് ചെയ്യാം. കണ്ടോ, സീന വണ്ടിയാ. റൈഡിന് പോയാലോ. എൻ്റെ ഡോറ് കാണുന്നില്ല ഗൈസ്, ഇപ്പുറത്തായിരിക്കും ഡോർ. ഗൈസ്, നമുക്ക് അപ്പുറത്തെ ഭാഗത്തൊന്ന് പോയി നോക്കാം. ഗൈസ്, ഡോർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി കയറിയിട്ട് നമ്മളുടെ നമ്മളെ പുതിയ വീട്ടിലത്തെ കാർ കൊച്ചിയിൽ വെക്കാം. നമ്മൾ പുതിയ വീട്ടിലാണ് പോകുന്നത്. നല്ല ഡ്രിഫ്റ്റെല്ലാം ഉണ്ട് ഗൈസ്. ഒരു വണ്ടിക്ക് ഓടിക്കാണ്ട് വീട്ടിലെത്തിയാൽ മതി. ജസ്റ്റ് മിസ്സിനാണെന്നല്ലോ രക്ഷപ്പെടുന്നത്. ഇപ്പോൾ ഫെറാറി കൊണ്ട് അടിക്കുന്നു. നമ്മൾ പുതിയ വീട്ടിലേക്ക് നമുക്ക് പോകാം. നമ്മൾ പുതിയ വീട്ടിലെത്താനായി ഗൈസ്. നമ്മൾ പുതിയ വീട് അതാ മുന്നിൽ തന്നെ കാണാൻ സാധിക്കും.
പുതിയ വീട്ടിലെത്തി. ഇവിടെ ഓട്ടോമാറ്റിക് ഗേറ്റാണ്. ഗായ്സ് നമ്മൾ കാർപോർച്ചിലേക്ക് വെക്കാം. മുന്നിൻ്റെ ലുക്ക് കണ്ട ഗായ്സ്, BMW M4 ലുക്ക് സീനാണ്. നമുക്ക് ഇനി ഇതിവിടെ വെച്ച ശേഷം നമുക്ക് നിഞ്ച എത്തിച്ചോറ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ നമ്പർ എന്ന് വെച്ചാൽ 3000 എന്നാണ്. നമുക്ക് ഈ വണ്ടി എടുത്ത് എയർപോർട്ടിൽ നിന്ന് പ്ലെയിൻ എടുത്തിട്ട് നമുക്ക് ക്ലാഷ് ആക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകാം. സീന് ബൈക്കാണ് ഗൈസ്. നമ്മൾ എയർപോർട്ടിനടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് എയർപോർട്ടിൽ കയറിയിട്ട് പ്ലെയിൻ എടുക്കാൻ പറ്റുമോ നോക്കാം. നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ വെള്ള പ്ലെയിൻ എടുക്കാൻ പറ്റൂല, എന്നാലും നോക്കാം എടുക്കാൻ പറ്റുമോ. ഇതിൻ്റെ അപ്പുറം ചില സമയം ഒരു പ്ലെയിൻ ഉണ്ടായാലുണ്ട് ഇതേപോലത്തെ, അതും ഓടിക്കാൻ പറ്റും. പക്ഷെ ഇതും ഓടിക്കാൻ പറ്റൂല. നമുക്ക് അങ്ങനെയുള്ള ഒരു ചെറിയ പ്ലെയിൻ ഉണ്ട്, അത് പോയി എടുക്കാം. ബൈക്ക് അങ്ങനെ വെച്ചത് അടുത്താറ്റം വെച്ചാൽ മതി, കുറേ ഓടിപ്പോണം. അതാ ഈ മഞ്ഞ എയറോപ്ലെയിൻ കൊടുത്തിട്ട് നമുക്ക് ക്ലാഷ് ആക്കാൻ പറ്റുമോ എന്ന് നോക്കാം. നമുക്ക് മഞ്ഞ എയറോപ്ലെയിനിൽ കയറാം. നമ്മൾ മഞ്ഞ എയറോപ്ലെയിനിൽ പറക്കാൻ തുടങ്ങി. നമുക്ക് പറന്ന് പോകാം. മുകളിലോട്ട് പോയിട്ട് താഴോട്ടേക്ക് കയറാം. ഇത് പൊട്ടിത്തെറിക്കോ എന്ന് നോക്കാം. നമ്മൾ താഴോട്ടേക്ക് പോവുകയാണ്. താഴോട്ടേക്ക് പോവുകയാണ്. പൊട്ടിത്തെറിക്കോ നോക്കാം. എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഗൈസ് ക്ലാഷ് ആകുന്നത്. ഗൈസ് ഇത് പൊട്ടിത്തെറിച്ചില്ല, നമുക്ക് ഇത് പൊട്ടിത്തെറിപ്പിക്കാം ഗണ്ണെടുത്തിട്ട്. ഗൈസ് നമുക്ക് ഗണ്ണെടുക്കാം. ഗൈസ് ഗണ്ണിൽ പുതിയ ഗണ്ണ് വന്നിട്ടുണ്ട്, ബോംബിടുന്ന ഗണ്ണ്. അതെടുക്കാം. എന്നിട്ട് ഫുള്ള് ബോംബിട്ട് കൊടുക്കാം ഗൈസ്. ബോംബാണ് ഇതിൽ വീഴുന്നത്. പ്ലെയിൻ പൊട്ടിത്തെറിച്ച് ഗൈസ്. നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ചെയ്യണം.